ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാട്ടോ. മഴ ആയതുകൊണ്ടാണ് ഒട്ടും കറണ്ടും ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ മാത്രം കറണ്ടില്ല, അക്കരെ ഭാഗത്തെല്ലാം കറണ്ടുണ്ട്. ഇവിടുത്തെ കറണ്ട് ഇതുവരെയും വന്നിട്ടില്ല, ഇന്നലെ പോയതാണ്. ഇൻവെർട്ടറിൻ്റെ ആ ഒരു സഹായത്തോടെയാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത് തന്നെ. പിന്നെ അമ്മയുടെ ഫോണിലെ നെറ്റ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതും. കുറേ ഈ മഴ ആയതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസ് എടുക്കാനും ഭയങ്കര പാടാണ്. ഒന്നാമത് അകത്തും വെട്ടമില്ല, പുറത്തും വെട്ടമില്ല. പിന്നെ പുറത്ത് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റത്തില്ല, ഒന്നും ഭയങ്കര കൊതുകാട്ടോ. അതാണ് മെയിൻ പ്രശ്നമെന്ന് പറയുന്നത്. പിന്നെ ആകപ്പാടെ തണുപ്പുമാണ്, ഒരു മടിയാണ് ശരിക്കും പറഞ്ഞാൽ. തണുപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, ഞാൻ കഷ്ടപ്പെട്ടാട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ എടുക്കുന്നതും ഒക്കെ. അതുകൊണ്ട് എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം വെട്ടമില്ല സത്യം പറഞ്ഞാൽ. മറ്റേ ആ റിംഗ് ലൈറ്റ് ആണെങ്കിൽ ഇൻവെർട്ടറിൻ്റെ അതിൽ കത്തത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് തന്നെ. അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഉള്ള വെട്ടത്തിലൊക്കെ ഞാൻ ഒരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇൻസ്റ്റഗ്രാമിൽ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഗിയർ ലോക്ക് പ്ലേറ്റഡ് ടൈപ്പ് കിട്ടുമോ എന്നുള്ളത്. സംഭവം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്ലേറ്റഡ് കിട്ടും. ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. സംഭവം നൈസാട്ടോ. കുറച്ച് ഇതിച്ചിരി കനമുള്ള ഗിയർ ലോക്കാട്ടോ. മറ്റേതുപോലെ ഒരു കുറച്ച് തിക്നെസ് ഉണ്ട് ഇതിന്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇങ്ങനെ അട്ടിയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അത് കൊടുത്താൽ മാത്രം മതി. അത് അനിത ചേച്ചിയുടെ ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ നമ്പർ ഞാൻ മുൻകാല വീഡിയോസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഗിയർ വയർ, ഇപ്പോൾ ഈ ഇൻവിസിബിൾ നെക്ലസ് ആണല്ലോ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. നമ്മൾ പ്ലേറ്റഡിൻ്റെ ആ ഒരു കൊളുത്തും കാര്യങ്ങളും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഈ മെറ്റീരിയൽസ് എല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അനിത ചേച്ചിയുടെ കേട്ടോ. ഇങ്ങനെ ഗിയർ വയർ മാത്രമേ ഉള്ളൂ മോട്ടിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ 0.4 എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കുറച്ച് കട്ടിയുണ്ട്. 0.3യെക്കാട്ടിലും 0.4 എടുക്കുക. കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് എടുക്കുക. കുറച്ച് കട്ടിയുള്ളതാകുമ്പോൾ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ചെലങ്കയും ബ്ലാക്ക് ബീഡ്സും ഭയങ്കര ട്രെൻഡിങ് ആട്ടോ ഇപ്പോൾ. അതായത് അഖിൽമാരാരുടെ വൈഫ്, അത് പുള്ളിക്കാരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പം അഖിൽമാരാരുടെ വൈഫ് ഇതുപോലത്തെ ഒരു നെക്ലസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ഭയങ്കര സിമ്പിളാട്ടോ. നമ്മൾ സാധാരണ നമുക്ക് എവിടെ വരെയാണ് നമുക്ക് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്തിന് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു സംഭവം പിൻ ചെയ്ത് കൊടുത്തിട്ട്, ആ ഒരു ഗിയർ ലോക്ക് പിൻ ചെയ്ത് കൊടുത്തിട്ട്, അറിയാമല്ലോ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോസിൽ നിങ്ങൾ കണ്ട് പരിചയമുണ്ടല്ലോ ഇൻവിസിബിൾ നെക്ലസ് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമല്ലോ. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ബീഡ്സും ചിലങ്കയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മാല ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ഉണ്ട്. സെറ്റും മുണ്ടും ഈ അങ്ങനത്തെ ഈ അഹാന കൃഷ്ണയൊക്കെ വെയർ ചെയ്തിരിക്കുന്ന ആ സെറ്റും മുണ്ടിൻ്റെയും കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് മാല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് ട്രെൻഡ് നോക്കാതെ എന്ത് ട്രെൻഡാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒരു ട്രെൻഡ് അങ്ങ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം പേജൊക്കെ തുടങ്ങുകയാണെങ്കിൽ ആദ്യമൊക്കെ നിനക്ക് സെയിൽ ഭയങ്കര കുറവായിരിക്കും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് പോസ്റ്റ് ചെയ്ത് ആ ഒരു സെയിൽ നമുക്ക് എന്തായാലും കിട്ടും. അത് ഉറപ്പായിട്ടും നമുക്കത് കിട്ടും അത്. അപ്പം മാക്സിമം നിങ്ങൾ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഇറക്കി നോക്കുക. ഈ ഒരു ഓണ സമയത്ത് നമുക്ക് ഈ ഒരു ഓൺലൈൻ സെയിൽ ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ഇനിയിപ്പം മഴയൊക്കെ ആയാലും നമുക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ മാക്സിമം ശ്രമിച്ച് നോക്കുക. എന്തായാലും എന്തെങ്കിലും ഒരു 1-2 സെയിലെങ്കിലും കിട്ടാതിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ശ്രമിച്ച് നോക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ മഴ ആയതുകൊണ്ടാണ് എനിക്ക് ഒരു വൃത്തിക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അതാണെങ്കിൽ ഞാൻ ഈ റിംഗ് ലൈറ്റ് വെച്ചിട്ടായിരുന്നു സത്യം പറഞ്ഞ് എടുക്കുന്നത്. ഈ റിംഗ് ലൈറ്റ് ആണെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഈ റിംഗ് ലൈറ്റ് ഇൻവെർട്ടറിൻ്റെ ആ ഒരു സംഭവത്തിൽ കത്തത്തില്ലെന്നുള്ള കാര്യം ഈ അടുത്തിടയ്ക്കാണ് ആ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ ലൈറ്റും ഇല്ല, വെട്ടവും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാനും ഇപ്പം ബിസിനസ്സിൻ്റെ റീൽസ് ഒന്നും എടുക്കുന്നതൊക്കെ ഭയങ്കര കുറവാട്ടോ. ഒന്നും വെട്ടമില്ല. നമുക്ക് വെളിയിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞാലും വെളിയിൽ നിന്ന് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര കൊതുകുമാണ്. പിന്നെ കൊതുകിൻ്റെ കടിയും കൂടെ നമ്മൾ കൊള്ളണം. വയ്യ.
അപ്പോൾ താണ്ടെ കൊളുത്തൊക്കെ നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് ഒടിയാത്ത രീതിയിൽ വേണം നമ്മളത് കസ്റ്റമേഴ്സിന് അത് മടക്കി അത് റൗണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ ഞാൻ അതെങ്ങനെയാണ് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അവർക്കും ഒരു സന്തോഷം, ഒരു പെർഫെക്ഷൻ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആറ്റിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ കുടി 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 ഇങ്ങനെ വരുന്നു. പക്ഷേ അത്ര വലിയ വെള്ളപ്പൊക്കം പോലൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ ഹാപ്പി.